എന്നിട്ട് ഈ 1 crore ഉണ്ടാക്കിയ ആൾ 45,000 റുപ്പീസ് പെർ മന്ത് എടുത്തുകൊണ്ടിരുന്നിട്ട് പിന്നെ പുള്ളി എന്ത് സംഭവിച്ചു? എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഫസ്റ്റ് 1 crore അല്ലെങ്കിൽ 1 crore ടോട്ടൽ സേവിങ്സിലേക്ക് നമുക്കൊരു ടോട്ടൽ കോർപ്പസ് 1 crore എത്തണമെങ്കിൽ നമുക്ക് എത്ര സമയമെടുക്കും എന്നുള്ളതാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മൾ ആ 1 crore ഉണ്ടാക്കിയതിന് ശേഷം ഈ 1 crore നമുക്ക് പാസീവായിട്ട് നമുക്ക് വേണ്ടി എത്ര ഇൻകം ജനറേറ്റ് ചെയ്ത് തരാൻ പറ്റും, അല്ലെങ്കിൽ എത്ര നാൾ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്ത് തരാൻ പറ്റും. ഇനി ഈ ഇൻകം ജനറേറ്റ് ചെയ്തതിന് ശേഷം ഈ 1 crore മുഴുവനായിട്ട് ഇല്ലാതെയാവും, അതോ എന്തായിരിക്കും പല ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺസിൻ്റെ സെനേറിയോസിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എൻ്റെ പേര് തോമസ് എന്നാണ്. കൂടുതലും ഫിനാൻഷ്യൽ കോണ്ടൻറ്റാണ് നമ്മൾ ഈ ഒരു ചാനൽ ചെയ്യാറ്. പക്ഷേ അതല്ലാതെ ഓൺട്രപ്രണർഷിപ്പ്, മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റോക്സ്, അങ്ങനത്തെ പല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടൻറ്റ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വെൽത്ത് ബിൽഡിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ നിങ്ങളുടെ വെൽത്ത് ബിൽഡിംഗ് ജേണിക്കകത്ത് പല വാല്യൂ ഡെഫിനറ്റ്ലി ഞങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ചെറിയൊരു കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട്, ആഡ് ചെയ്തായിട്ടുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് എന്ന് പറയുന്നത് NISM സർട്ടിഫൈഡ് ആയിട്ട് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റിൻ്റെ കൂടെ ഒരു 15 minutes ഫ്രീ അപ്പോയിൻമെൻ്റ് ആണ്, വിച്ച് കൻ ഹെൽപ്പ് യു പ്ലാൻ ടു അച്ചീവ് യുവർ 1 crore ഗോൾ എന്ന് പറയുന്ന ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ, പ്ലാൻ ചെയ്യാൻ പ്രോപ്പർ പ്ലാനിംഗ് ആണ് വേണ്ടത്. പ്ലാനിംഗ് ഇല്ലാതെ ഒന്നും നടക്കില്ലല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഒരു 15 minutes ഫ്രീ ആയിട്ടൊരു പ്ലാനിംഗ് സെഷനും നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. എൻ്റെ താഴത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ട് താഴെ എൻ്റെ വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ക്യൂറേറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസും ഡേറ്റ റിസർച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. ഐ എം ഷുവർ ദറ്റ് യു വിൽ ഫൈൻഡ് ഇറ്റ് യൂസ്ഫുൾ ആസ് വെൽ. അതുകൊണ്ട് അതും ജോയിൻ ചെയ്യാം. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. നമുക്ക് സ്ട്രൈറ്റ് അവേ സ്ക്രീൻ ഷെയർ ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ടാർഗറ്റ് വാല്യൂ കാൽക്കുലേറ്ററാണ്. നിങ്ങൾ 1 crore ചെയ്യണമെങ്കിൽ എത്ര നാളെടുക്കും എന്നുള്ളതിൻ്റെ കാൽക്കുലേറ്ററാണ്. നിങ്ങളുടെ 15 minutes ഫ്രീ സെഷനകത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ് നിങ്ങൾക്ക് ഈ കാൽക്കുലേറ്റർ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് അത് മറക്കണ്ട. അപ്പോൾ നമുക്ക് ടാർഗറ്റ് വാല്യൂ എത്രയാണ്? നമ്മുടെ ടാർഗറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1 crore ആണ്. 1 lakh, 10 lakh, 1 crore. ഓക്കെ. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? ലെറ്റ് സേ നമുക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല എന്ന് വിചാരിക്കാം. മന്ത്ലി നമുക്ക് എത്ര സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റനാണ്. എത്ര സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാനൊരു 30,000 റുപ്പീസിന് ഇടാൻ പോകും. കാരണം നമ്മൾ കുറച്ച് ടൈറ്റ് ആയിട്ടാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ സേവിങ്സിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സ്ഥിതിക്ക് നമുക്ക് 30,000 റുപ്പീസ് നമുക്ക് സേവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ആനുവലൈസ്ഡ് ആയിട്ടുള്ള ഗ്രോത്ത് റേറ്റ് കഴിഞ്ഞ 10 yearsൻ്റെ മാർക്കറ്റിൽ നോക്കുമ്പോൾ 12% ആണ്. നമുക്ക് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും ഇല്ലായെങ്കിൽ നമ്മൾ 1 crore 30,000 രൂപ വെച്ച് മാസം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാളെടുക്കും എന്ന് നമുക്ക് നോക്കാം. 12.2 years, അതായത് 12 വർഷവും 2 മാസമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ക്ലോസ് ടു 3 months ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതായത് 12 years and 3 months എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ടൈം എടുക്കും നമ്മൾ 1 crore എത്തിക്കാൻ. ഇനി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലെറ്റ്സ് നമ്മളൊരു 10-30 വയസ്സൊക്കെ 30-35 ഇടയിലൊക്കെ ഒരാളാണെങ്കിൽ നമുക്ക് ഇനീഷ്യലി നമ്മൾ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ച് കാണും. ലെറ്റ്സ് ഒരു FDO അല്ലെങ്കിൽ എന്തെങ്കിലുമായിട്ട് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. ലെറ്റ് us assume that we are investing ഒരു 15 lakhs as initial investment. Okay, that is setting aside 15 lakhs. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാസം നമ്മൾ 30,000 സേവ് ചെയ്യുകയാണെങ്കിൽ 8 വർഷം എടുക്കും നമ്മൾ 1 crore എത്താൻ. സോ എ പേഴ്സൺ ഹൂ ഇസ് 25 to 30 year old, ഇഫ് ദേ പ്ലാൻ, വളരെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 8 വർഷം വേണ്ട. കാരണം കുറച്ചും കൂടി നമുക്ക് മാർക്കറ്റിൽ നിന്ന് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ലെറ്റ് us assume ഒരു പോസിറ്റീവ് സൈഡിൽ എനിക്കറിയാം 15 വർഷം എന്നല്ല, പ്രത്യേകിച്ച് ഈ ഒരു റിസഷൻ ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ പറയും ഇയാൾ എന്താ പറയുന്നത് 15% കിട്ടാൻ പോകുന്നില്ല. ബട്ട് ദർ ആർ സിറ്റുവേഷൻസ് വെയർ we have been able to clock 15% CAGR on a year basis. അത് സംഭവിക്കുകയാണെങ്കിൽ 7 വർഷം 7 മാസത്തിനുള്ളിൽ നമ്മൾ 1 crore എത്തിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ 15 lakhs ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, 30,000 ആണ് നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള മന്ത്ലി സേവിങ്സ് എന്നാണെങ്കിൽ നമ്മൾ ഇത്രയും 15%-ലാണെങ്കിൽ 7 years എത്തും. പക്ഷേ ഇതൊരു 45,000 റുപ്പീസ് കൊടുക്കാൻ പറ്റിയാലോ? അപ്പോൾ 45,000 റുപ്പീസ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 45,000 റുപ്പീസിൽ 6 years തന്നെ നമുക്ക് 1 crore എത്തിക്കാം. ഇവിടെ 12% നമുക്ക് റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരാം. 12% കൊടുത്തു കഴിഞ്ഞാൽ അഗെയിൻ 7 years 3 months എടുക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ നമ്മൾ ലീഗലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ബിറ്റ്വീൻ 6 to 8 years എടുക്കും നമ്മൾ 1 crore എന്നുള്ള ഫിഗറിലേക്ക് എത്താം. വിച്ച് ഇസ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ടു മച്ച് ഓഫ് ടൈം. കാരണം 6 to 8 years എന്ന് പറയുന്നത് ഇങ്ങനെ അങ്ങ് വന്നു പോവുകയും ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ്? ഈ 1 crore നമ്മുടെ കയ്യിലുണ്ട്. ലെറ്റ് us assume that നമ്മൾ 1 crore ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഒപ്പിച്ചു, നമ്മളൊരു ടാർഗറ്റ് എത്തിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 1 crore വെച്ച് എത്ര ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും പാസീവായിട്ട്, നമുക്കൊന്നും ചെയ്യാതെ 1 crore എത്ര ഇൻകം നമുക്ക് തരും? അറ്റ് ദ സെയിം ടൈം ടുവേർഡ്സ് ദി എൻഡ് ഓഫ് 10 years ആ 1 crore വാല്യൂ എത്രയായിരിക്കും എന്ന് നമുക്ക് പ്രാക്ടിക്കൽ സെൻസിൽ മനസ്സിലാക്കാം.
അപ്പോൾ ഈ കാൽക്കുലേറ്ററും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കാൽക്കുലേറ്ററിന് വേണ്ടി. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാൽക്കുലേറ്റർ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റിനോട് നിങ്ങൾ 15 മിനിറ്റ്സ് ഇരിക്കുമ്പോൾ അതെന്തായാലും കിട്ടും, അതും കൂടി അവൈൽ ചെയ്യുക. അപ്പോൾ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബേസിക്കലി നിങ്ങളൊരു ഗോൾ പ്ലാനിങ്ങിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ മന്ത്ലി നിങ്ങൾക്ക് എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഇടുക. ഈ ഒരു SWP നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്യണം നമ്മൾ 1 crore എത്തിച്ചു എന്നുള്ളത് കേട്ടോ. 1 lakh, 10 lakh, 1 crore. ഓക്കെ, അപ്പോൾ നമ്മൾ 12% മാർക്കറ്റിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കോർപ്പസ് എമൗണ്ടിൽ നിന്ന് ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പറഞ്ഞാൽ 10% എടുക്കാം SWP ആയിട്ട് എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഈ ഒരു മാർക്കറ്റിൻ്റെ ബുദ്ധിമുട്ടുകളിലൂടെ പോയ സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായി 10% എടുക്കണമെന്നും പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലാണ്, അത് തിരിച്ച് മാർക്കറ്റ് റിക്കവർ ചെയ്യുമ്പോൾ ഇതായി വന്നുള്ളൂ. എന്നാൽ തന്നെ എപ്പോഴും ഓൺ ദ സേഫർ സൈഡ് 5% എടുക്കുന്നതാണ്, ഇയർലി 5% എടുക്കുകയാണ് ഏറ്റവും ഉചിതം. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇയർലി 5% ഓഫ് 1 crore എന്നുള്ളത് 5 lakh ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 5 lakh ഇയർലി എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ 12 ചെയ്തോളൂ, 40,000 odd. അതായിരിക്കും നിങ്ങളുടെ മന്ത്ലി പാസീവ് ഇൻകം. അപ്പോൾ 1 crore നമുക്ക് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മന്ത്ലി പാസീവായിട്ട് നമുക്ക് ഒരു തട്ടുകേടും കൂടാതെ ഈ ഒരു 45,000 rupees നമുക്ക് ഇൻകം എടുത്തുകൊണ്ടേ ഇരിക്കാം. എന്നിട്ട് അവസാനം എന്ത് സംഭവിക്കുന്നത്, ഈ കാൽക്കുലേറ്ററാണ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കാണേണ്ടത്. എന്നിട്ട് ഈ 1 crore ഉണ്ടാക്കിയ ആൾ 45,000 rupees പെർ മന്ത് എടുത്തുകൊണ്ടിരുന്നിട്ട് പിന്നെ പുള്ളി എന്ത് സംഭവിച്ചു? അപ്പോൾ ഇൻവെസ്റ്റർ എമൗണ്ട് 1 crore ആണ്, വാല്യൂ ആഫ്റ്റർ 10 years 2 crore 22 lakhs ആണ്, ടോട്ടൽ പേ ഔട്ട് എന്ന് പറയുന്നത് 50 lakhs ആണ്. കാരണം 10 വർഷം 5 ലക്ഷം രൂപ എടുത്തുകൊണ്ടേയിരുന്നു. അതാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ 1 crore നിങ്ങൾ തൊട്ടില്ലായിരുന്നെങ്കിൽ, അതിൻ്റെ ഒന്നും എടുത്തില്ലായിരുന്നെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ ഇത് 3 crore 47 lakhs, അതായത് എൻഡ് ഓഫ് ഇത് ഇയർ 11 കാണിക്കുന്നത് എൻഡ് ഓഫ് 10th year ആട്ടോ. അപ്പോൾ 3 crore 47 lakhs നിങ്ങൾ എടുക്കും. ഇനി നമുക്ക് വേറൊരു എക്സംഷൻ കൂടി എടുക്കാം. ഈ 5%-ന് വരെ നമുക്ക് 10% എടുത്ത് നോക്കിയാലോ. ഓക്കെ, 10 lakhs അല്ല, 1 2 3. ഓക്കെ, 10 lakhs ആണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും? നമ്മൾ 2 crore 22 lakhs ഉണ്ടായിരുന്നു, പക്ഷേ 10 lakhs എടുത്തപ്പോൾ എന്ത് പറ്റി? വെൽത്ത് ഭയങ്കരമായിട്ട് റോഡായി. 1 crore 35 lakhs നമ്മുടെ കയ്യിലുള്ളൂ. കാരണം 1 crore-ഓളം നമ്മൾ 10 വർഷം എടുത്തുകൊണ്ടിരിക്കുന്നത്. ദിസ് ഇസ് പ്രൊവൈഡഡ് ദ മാർക്കറ്റ് ഗ്രോസ് അറ്റ് ദ റേറ്റ് ഓഫ് 12%. ഇനി ലെറ്റസ് സേ അത് 8%-ലാണ് ഗ്രോ ചെയ്യണമെങ്കിലോ, ദാറ്റ് ഈസ് ഈവൻ മോർ പെത്തറ്റിക്. ഒന്ന് നോക്കിയാൽ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വാല്യൂ ആഫ്റ്റർ 10 years എന്ന് പറയുന്നത് ആക്ച്വലി വാല്യൂ ഇറോഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ട്. 71 lakhs-ലേക്ക് വന്ന് നിൽക്കുകയാണ്. ടോട്ടൽ പേ ഔട്ട് എന്ന് പറയുന്നത് 1 crore ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 12%-ന്റെ പ്രാക്ടിക്കൽ സെൻസിൽ ആണ് നമ്മൾ ചിന്തിക്കണമെങ്കിൽ നമ്മൾ 5 lakhs വിച്ച് ഇസ് 5% ആണ് SWP ഇയർലി എടുക്കാൻ പാടുള്ളൂ. ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഓൺ ടു മന്ത്ലി ബേസിസ്. അപ്പോൾ 5 lakhs ഒന്നുകൂടെ ഞാനൊന്ന് റിമൈൻഡ് ചെയ്യാം. 1 2 3 അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എത്രയാണുള്ളത്? 2 crore 22 lakhs ഉണ്ട്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് 1 crore ആണ്. ഇയർലി പേ ഔട്ട് എന്ന് പറയുന്നത് 5 lakh ആണ്. അങ്ങനെ ടോട്ടൽ പേ ഔട്ട് എന്ന് പറയുന്നത് 50 lakhs ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വെൽത്ത് ബിൽഡിംഗ് സ്ട്രാറ്റജി ആവേണ്ടത്. വി ഹാവ് ടു അസ്യൂം ദാറ്റ് അവർ ഫസ്റ്റ് 1 crore വിൽ ഡെഫിനറ്റ്ലി ടേക്ക് us at least 6 to 8 years time, and that 1 crore can give us an income of 40 to 45,000 rupees for the next 10 years, and at the end of the 10th year we still will have 2 crore 25 lakhs or 2 crore 22 lakhs. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ശരിക്കും 1 crore എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ഒരു ബിഗ് നമ്പർ അല്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 years കഴിയുമ്പോഴത്തേക്കും 1 crore എന്നുള്ളത് 55 lakhs ആയി മാറും. ഇൻഫ്ലേഷൻ വിൽ ഈറ്റ്. അപ്പോൾ അതുകൊണ്ട് പ്ലാൻ യു സേവിങ്സ് റൈറ്റ് നൗ ഇറ്റ് സെൽഫ്. ഏറ്റവും ഏർലി സേവ് ചെയ്യാൻ പറ്റുന്നതാണ് എപ്പോഴും നല്ലത്. Thank you so much for watching this video. I hope you find this informative as well as useful. Share it with all your family and friends. Thomas Varghese signing off. Bye-bye.